يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാനുള്ള ശ്രമമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈമാനോടുകൂടി ജീവിച്ച്, തഖ്വയോടുകൂടി ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമളാനിലെ പകുതിയിലധികം ദിനങ്ങൾ നമ്മൾ പിന്നിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന 2 പ്രാർത്ഥനയുണ്ട്. സത്യവിശ്വാസികൾ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ട് അവർ പറയും, വൈദാ സമിഉ മാ ഉൻസില ഇല റസൂലി തറാ അഅ്യുനകും തഫീദു മിനദ്ദംഇ, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് യഖൂലൂന, അവർ പറയും, റബ്ബനാ ആമന്നാ ഫക്തുബിനാ മഅ ശാഹിദീൻ, ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ മുഅ്മിനീങ്ങൾ തന്നെയാണ്, ഫക്തുബിനാ മഅ ശാഹിദീൻ, അതുകൊണ്ട് ഷഹാദത്ത് കലിമക്ക് സാക്ഷിയായി ജീവിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പേര് നീ രേഖപ്പെടുത്തണമേ. ഫക്തുബിനാ മഅ ശാഹിദീൻ, സത്യസാക്ഷികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പേര് നീ രേഖപ്പെടുത്തണമേ. സഹോദരങ്ങളെ, ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹമാണ്. ഈ ആഗ്രഹം റബ്ബിനോട് ചോദിക്കുന്നത് നിറഞ്ഞ കണ്ണുകളോടുകൂടിയായിരിക്കും എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. നമ്മൾ അതിനാഗ്രഹിക്കുന്നു. എവിടെ വെച്ച്, എങ്ങനെ, ഏത് രൂപത്തിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് പറ്റണം. അതിന് സാധിക്കണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഞാൻ സാക്ഷിയാണ്, സാക്ഷിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെയാണ് ഒരു പരിശോധന നമുക്ക് ആവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് നമ്മുടെ ജീവിതം സാക്ഷിയാണോ? പരിശുദ്ധ റമളാൻ 17 ഇസ്ലാമിക ചരിത്രത്തിലെ തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ദിനമാണ്. ബദറിന്റെ ചരിത്രമുറങ്ങുന്ന ദിവസമാണത്. ഷഹാദത്ത് കലിമ മനസ്സിലാക്കണമെങ്കിൽ ബദറിന്റെ ചരിത്രം മനസ്സിലാക്കണം. എങ്കിൽ നമ്മുടെ ഷഹാദത്ത് കലിമ അത് പ്രാവർത്തികമാക്കുന്നവരാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടും, ചിന്തിക്കാൻ പറ്റും. അല്ലാഹു തആല ബദറിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞ 2 പ്രയോഗമുണ്ട്. യുരീദുല്ലാഹു അൻ യുഹിക്കൽ ഹഖ്ഖ ബികലിമാതിഹി, അല്ലാഹു അവന്റെ വചനങ്ങൾ മുഖേന ഹഖ്ഖിനെ യാഥാർത്ഥ്യമാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു. ഒരു പ്രയോഗം. മറ്റൊരു പ്രയോഗം ലിയുഹിക്കൽ ഹഖ്ഖ വയുബ്തിലൽ ബാത്തില, ഹഖ്ഖിനെ ഹഖ്ഖായി നിലനിർത്താനും ബാത്തിലിനെ തകർക്കാനും വേണ്ടിയാണ് അല്ലാഹു ബദർ ഉണ്ടാക്കിയതും ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകിയതും. വലോ കരിഹൽ മുജ്രിമൂൻ, പാപികൾ എത്ര വെറുത്താലും അവർക്കത്ര അനിഷ്ടകരമാണെങ്കിലും ശരി, ഹഖ്ഖിനെ യാഥാർത്ഥ്യമാക്കാനും ബാത്തിലിനെ വിജയിപ്പിക്കാനും. ഹഖ്, ബാത്തില്, ഇത് ബദറിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞതാ. ഹഖ്, ബാത്തിൽ എന്ന വാക്ക് നമുക്കെല്ലാവർക്കും ഒരു മലയാള പദം പോലെ പരിചയമുള്ള 2 അറബി പദങ്ങളാണ്, ഹക്കും ബാത്തിലും. ഹക്കിനെ ഹക്കാവാനും ബാത്തിലിനെ ബാത്തിലാക്കി പരാജയപ്പെടുത്താനും ബദർ. എങ്കിൽ ഖുർആൻ മറ്റ് 2 സ്ഥലത്ത് ഹക്കെന്താണ് ബാത്തിൽ എന്താന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഒന്ന് സൂറത്ത് ഹജ്ജിലെ 62-ാമത്തെ ആയത്ത്, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവാണ് ഹഖ്, അല്ലാഹുവാണ് ഹഖ്.
ശരി, എങ്കിൽ ബാത്തിലെന്ത്? അവന് പുറമെ ആരോടൊക്കെ ദുആ ചെയ്യുന്നുവോ, വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ, ഹുവൽ ബാത്തിൽ, അതാണ് ബാത്തില്. സൂറത്തുൽ ലുഖ്മാനിലെ 30-ാമത്തെ ആയത്ത്, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്. വീണ്ടും ഇതേ ആയത്ത്, തീർച്ചയായും അതെന്തുകൊണ്ടെന്നാൽ അല്ലാഹുവാണ് ഹഖ്. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ, അല്ലാഹുവിന് പുറമെ എന്തിനോടൊക്കെ ദുആ ചെയ്യുന്നുവോ അതാണ് ബാത്തിൽ. കാര്യം വളരെ വ്യക്തമാണ്, വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ബദർ ഹക്ക് വിജയിക്കാനും ബാത്തിൽ പരാജയപ്പെടാനും. ഹക്ക് എന്താണ്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കൽ. ബാത്തിൽ എന്താണ്? അള്ളാഹുവിന് പുറമെയുള്ളവരോട് പ്രാർത്ഥിക്കൽ. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. മക്കയുടെ രണ്ട് ചരിത്രം, രണ്ട് കാലഘട്ടത്തിലെ ചരിത്രം മനസ്സിലാക്കണം, അപ്പോഴാണ് ബദർ മനസ്സിലാവുക. മക്കയുടെ രണ്ട് കാലഘട്ടത്തിലെ ചരിത്രം, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്ക രാജ്യം. അന്ന് മക്കയിൽ ഒരു കെട്ടിടമില്ല, ആൾത്താമസമില്ല, ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത മരുഭൂമിയാണ് മക്ക. ജബലുന്നൂർ, ജബലസൗർ, ഈ പർവ്വതങ്ങളൊക്കെയുള്ള വിശാലമായ പാറകളും മലകളും നിറഞ്ഞ മരുഭൂമിയാണ് മക്ക. ഒരു മനുഷ്യൻ താമസിക്കാത്ത സ്ഥലം. അവിടേക്കാണ് ഇബ്രാഹിം നബി കുട്ടികളെയും കുടുംബത്തെയും കൊണ്ടുവരുന്നത്. ഇബ്രാഹിം നബി ഭാര്യയുമായി വരുന്നത്, കുട്ടികളില്ല സമയത്ത് ഭാര്യയുമായിട്ട് വരുന്നത്. ഭാര്യയുമായി വരുന്നു, കയ്യിൽ കുടുംബമോ കുട്ടികളോ വിശാലമായി പറയാനില്ല, ചെറിയൊരു കൈ കുഞ്ഞ് മാത്രം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബിയെ കയ്യിൽ പിടിച്ച് ഒരു ചെറിയ കുഞ്ഞിനെയും പിടിച്ച് തന്റെ ഭാര്യയും കൂട്ടി അവിടേക്ക് വരികയാണ്. ഒരു കുടുംബയാത്ര വരെയല്ല, ഭാര്യയും മുല കുടിക്കുന്ന മലർന്നു കിടക്കുന്ന ഒരു ചെറിയ കൈക്കുഞ്ഞും മാത്രം. മക്കയിലെത്തി, ഒരാളുമില്ല അവിടെ. അവിടെ ജബൽ നൂറിന്റെ താഴ്വരത്ത് ഒരു തറയുണ്ട്. ആ തറ ബൈത്തുൽ അതീഖ്, ഭൂമിയിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഉണ്ടാക്കിയ ഭവനമാണ് ബൈത്തുൽ അതീഖ്. പുരാണ ഗേഹം, അതിന്റെ പൊളിഞ്ഞു കിടക്കുന്ന തറ മാത്രമേ ഉള്ളൂ. ഒരു തറയുണ്ടവിടെ, ആൾ താമസമില്ല. ഇബ്രാഹിം നബി കുട്ടിയെയും ഭാര്യയെയും അവിടെ ആക്കിയിട്ട് ഇബ്രാഹിം നബിയോട് പറയാ തിരിച്ചു പോകണം, അള്ളാന്റെ കൽപ്പന. ഇബ്രാഹിം നബി അവിടെ ആക്കിയിട്ട് പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈറ ദീ സറഇൻ. മലയുടെ താഴ്വരയിൽ, ഈ താഴ്വരയിൽ ഞാനിതാ എന്റെ കുടുംബത്തെ ആക്കിയിട്ടുണ്ട്, എന്റെ മക്കളെ ആക്കിയിട്ടുണ്ട്, കുടുംബത്തെ. ഏതാണ് ഈ താഴ്വര? ഗൈറ ദീ സറഇൻ. ഒരു കൃഷിയുടെ ഒരു പുല്ലിന്റെ നാമ്പ് പോലും അവിടെ ഇല്ല. ഒരാളും വിളിച്ചാൽ ഓടി വരാൻ അവിടെ ഇല്ല. ഇതാണ് അക്കാലഘട്ടത്തിന്റെ മക്കയുടെ ചരിത്രം. ഇബ്രാഹിം നബി പോയി, പിന്നീട് തിരിച്ചു വരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ മുലപ്പാൽ കുടിക്കുന്ന മലർന്നു കിടക്കുന്ന കുട്ടി വലുതായിട്ടുണ്ട്, ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ആളുകൾ വന്നിട്ടുണ്ട്, ടെന്റുകൾ കെട്ടിയിട്ടുണ്ട്. കാരണം അവിടെ സംസം ഉണ്ടായി, വെള്ളമുണ്ടായി. ആളുകൾ ടെന്റ് കെട്ടി, വെള്ളം കെട്ടി, താമസം തുടങ്ങി. അതിലൂടെ പോകുന്ന യാത്രക്കാർ അവിടെ താമസിക്കാൻ തുടങ്ങി. ഇബ്രാഹിം നബി വന്നു, ഓടി നടക്കുന്ന മകൻ ഇസ്മായിൽ, രണ്ടാളും കൂടി വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്ത് വ ഇസ്മായിൽ. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടി ആ കഅബാലയത്തിന്റെ തറ കെട്ടിപ്പടുത്ത് കഅബയുണ്ടാക്കി. എന്നിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ നിർഭയ രാജ്യമാക്കണം, ഭയപ്പെടാതെ ഏത് കാലത്തും ആർക്കും നിർഭയത്വത്തോടു കൂടി വരാൻ പറ്റിയ മണ്ണാക്കണം. വറസ്ഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അല്ലാഹുവേ, ഈ നാട്ടിൽ നീ കായ്കനികൾ, പഴവർഗ്ഗങ്ങൾ നീ വർദ്ധിപ്പിക്കു പടച്ചോനെ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഇബ്രാഹിം നബിന്റെ ആഗ്രഹത, ഈമാനുള്ളവർക്ക്, ആഖിറത്തിൽ വിശ്വാസമുള്ളവർക്ക് ഈ നാട്ടിൽ പഴവർഗ്ഗങ്ങളും കായ്കനികളും വർദ്ധിപ്പിക്ക്. അല്ലാഹു പറഞ്ഞ ഖാല വമൻ കഫറ, അല്ല കാഫറനും കൊടുക്കുന്നു, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. കാഫറനും കിട്ടും, മുഅ്മിനിന് മാത്രമല്ല. പക്ഷേ അവന് ഇത് വളരെ കലീല, അവന് കുറച്ചു കാലത്തെ സുഖം മാത്രമേ ഉള്ളൂ. അവന് പിന്നീട് ശിക്ഷയ്ക്ക് നാം അവനെ വിധേയനാക്കും. അപ്പൊ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കൊണ്ട് ആ നാട് വളർന്നു പന്തലിച്ചു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അള്ളാഹു കൊണ്ട് കബൂൽ ചെയ്തു. കായ്കനികളുണ്ടായി. ആ നാട് ഫലഭൂയിഷ്ടമായ മണ്ണായി മാറി. ഒരുപാട്
കച്ചവടങ്ങളും കാരക്കത്തോട്ടങ്ങൾ കൊണ്ടുമെല്ലാം ആ നാട് നിറഞ്ഞു. ഇനി ചരിത്രത്തിന് രണ്ടാം ഭാഗം. ഒന്ന് ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം മുഹമ്മദ് നബി നബിയായി വരുന്ന മക്ക. ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം. ഈ രണ്ട് ചരിത്രം മനസ്സിലാക്കണം, അപ്പോൾ ആ ബദർ മനസ്സിലാവുള്ളൂ. മുഹമ്മദ് നബി നബിയായി വരുന്ന മക്ക. ആ മക്ക അന്ന് റോമക്കും പേർഷ്യക്കുമിടയിൽ, യമനിനും അതുപോലെ തന്നെ ഷാമിനുമൊക്കെ ഇടയിൽ മധ്യവർത്തിയായി വർത്തിച്ചിരുന്ന, ഷാമിനും സിറിയക്കുമിടയിൽ മധ്യവർത്തിയായി വർത്തിച്ചിരുന്ന രാജ്യമാണ് മക്ക. വലിയ രാജ്യങ്ങൾക്കിടയിൽ മധ്യവർത്തിയായി പ്രവർത്തിച്ചു. എന്താ കാരണം? കോടിക്കണക്കിന് ദീനാറുകളുടെ ചരക്കുകൾ കയറ്റുമതി ചെയ്യുന്ന കമ്പോളമായിരുന്നു മക്ക. കോടിക്കണക്കിന് ദീനാറുകളുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വലിയ കമ്പോളമാണ് നബി വരുന്ന കാലത്തെ മക്ക. ആ മക്കയുടെ ധന്യതയുടെ കാരണം നൂറ്റാണ്ടുകൾക്ക് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന. പക്ഷേ എന്താണ് ആ നാടിന്റെ അവസ്ഥ? ആ നാട് ഏതൊരു പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ട് ധന്യമായോ സമ്പുഷ്ടമായോ ഐശ്വര്യപൂർണമായോ ആ പ്രവാചകൻ എന്തിന് കയപപ്പെടുത്തുയർത്തിയോ ആ ആദർശം ഉൾക്കൊള്ളാത്ത സമൂഹം, ആ കഅബയുടെ ഉള്ളിൽ വിഗ്രഹങ്ങളെ നിറച്ചവർ, ഏതൊരു പ്രവാചകന്റെ പ്രാർത്ഥന കണ്ടാണോ ആ നാട് സമ്പന്നമായത്, ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ വലിച്ചെറിഞ്ഞവർ. അതാണ് ഖുർആനിൽ കാണാം. മക്കത്തെ മുശ്രിക്ക് പറഞ്ഞു, ഞങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ്. അള്ളാഹ് പറഞ്ഞു, വത്തബിഉ മില്ലത്തെ ഇബ്രാഹിമ ഹനീഫാണ്. അതെന്തിനാ? ഇബ്രാഹിം നബിന്റെ മില്ലത്തിന് പിൻപറ്റത് ഹനീഫൻ, നേരെ ചൊവ്വയായിരിക്കണം. വെറുതെ പേരിന് പറഞ്ഞാൽ പോരാ, അതുകൊണ്ടാണ് ഹനീഫൻ എന്ന് പറഞ്ഞത്. വത്തബിഉ മില്ലത്തെ ഇബ്രാഹിമായി, മില്ലത്ത് ഇബ്രാഹിം നബിന്റെ പാരമ്പര്യം അവർ വലിച്ചെറിഞ്ഞു. എന്തുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളായത്? ഖുർആൻ പറയുന്നത് അവർ ശിർക്ക ചെയ്തത്. പക്ഷേ അവർ കഅബ തവാഫ് ചെയ്തു. കഅബ തവാഫ് ചെയ്തു, ഹജ്ജ് ചെയ്തു. ഹജ്ജിനാരാ വിളിച്ചത്? മുഹമ്മദ് നബിയാണോ? നൂറ്റാണ്ടുകൾക്ക് ഇബ്രാഹിം നബിയാണ് ഹജ്ജിനെ വിളിച്ചത്. ഹജ്ജ് മുഹമ്മദ് നബി മക്കയിൽ വരുന്ന കാലത്ത് അവിടെ മക്കത്തെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്. മക്കത്തെ മുശ്രിക്കുകൾ പ്രമാണിമാരൊക്കെ ഹജ്ജിമാരാണ്. അവർ തൽബിയത്ത് ചൊല്ലി ഹജ്ജ് ചെയ്തു, അല്ലാഹു വിളിച്ചു. എന്നിട്ടും എന്താ മുശ്രിക്കായത്? പഠിക്കണ്ടേ? എന്നിട്ടും എന്താ അവർ മുശ്രിക്കായത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അവർ പറഞ്ഞു, അള്ളാന്റെ വിളിക്കുത്തരങ്ങൾ ഞങ്ങൾ വന്നിരിക്കുന്നു. അവർ തൽബിയത്തതാണ്. ലാ ശരീക ലക, ഒരു പങ്കുകാരനുമില്ല എന്ന് വരെ അവർ പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു പങ്കുകാരനുണ്ട്. ആ പങ്കുകാരൻ സ്വയം കഴിവുള്ളവനല്ല, നീ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നവൻ. ശ്രദ്ധിക്കണം, നീ കൊടുത്ത തെറ്റാത്ത തൗഹീദ് വേണം. നമുക്ക് തെറ്റാത്ത തൗഹീദ് വേണം. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട വിഷയമാണിത്, തെറ്റിപ്പോകരുത്. എന്താണ് അവർ പറഞ്ഞത്? ഒരു പങ്കുകാരനുണ്ട്, ആ പങ്കുകാരൻ കൊടുത്ത കഴിവൊക്കെ, നീ കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ഒരു പങ്കുകാരൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് എന്തർത്ഥം? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നല്ലേ? വഹ്ദ, അവൻ ഒറ്റക്ക്. വീണ്ടും ലാ ശരീക ലഹു, പങ്കുകാരില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? എത്ര മഹത്തായ ദിക്റ! കടലിന്റെ നിറയോളം പാപങ്ങളുണ്ടെങ്കിലും, കരയിലെ നിറയോളം, കടലിലെ നിറയോളം പാപങ്ങളുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ. അങ്ങനെ വഹ്ദ പറഞ്ഞത് അവിടെയാണ് പ്രശ്നം. മക്കത്തെ മുശ്രിക്കിന്റെ പ്രശ്നം അവിടെയാണ്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ ഭൂരിപക്ഷത്തിന്റെയും പ്രശ്നം അവിടെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അംഗീകരിച്ചില്ല. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ സുമർ, വഇദാ ദുക്കിറല്ലാഹു വഹ്ദ, അല്ലാഹു വഹ്ദ, അല്ലാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ ഇസ്മഅസത്ത് ഖുറബുല്ലദീന, ചില ആൾക്കാർ ഹൃദയത്തിൽ പൊറുതികേടാണ്. അല്ലാഹു പച്ചക്ക് പറയാ, പൊറുതികേടാണ്. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വാസമില്ല അവർക്ക്. വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനി, അല്ലാഹുവിന്റെ കൂടെ, അല്ലാഹുവിന്റെ കൂടെ, അല്ലാഹുവിനെ ഒഴിവാക്കലില്ല, അല്ലാഹുവിന്റെ കൂടെ വേറെ ആരെയും കൂടി കൂട്ടിപ്പറഞ്ഞാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവരതാ അങ്ങേയറ്റം സന്തോഷിക്കുന്നവരാണ്. ഈ വഹ്ദാണ് പ്രശ്നം. അതാണ് ബദർ. ഖുർആനിൽ കാണാം, അവർ ചോദിച്ചു, അജിഅ്തനാ, നീ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലാഹു വഹ്ദ, അല്ലാഹുവിനെ
മാത്രം ആരാധിക്കണം എന്നാണോ നീ പറയുന്നത്? ഓനറമാക്കാനെ അബുദാബാഗുന ഞങ്ങളെ വാപ്പാര് കൊണ്ടുവന്ന് ഉപേക്ഷിക്കണം എന്നാണോ? അള്ളാനെ മാത്രം, അതാണ് അവർക്ക് പറ്റാത്തത്. അവർ ചോദിച്ച ചോദ്യമാണ് ഖുർആനിൽ അല്ലാഹു മാത്രം വഹ്ദ പറഞ്ഞാൽ വിറല പിടിച്ച് അവർ പുറംതിരിഞ്ഞു പോകും. ذلك بأنه دعي الله وحده كفرتم وإن يشرك به ما تؤمنون. അള്ളാഹനെ മാത്രം എന്ന് പറഞ്ഞാൽ അവർ നിഷേധിക്കും, അള്ളാഹിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്താൽ അവർ വിശ്വസിക്കും. പരലോകത്ത് അവർ അവസ്ഥ അല്ല പറയാ, അവിടെ വെച്ച് അവർ പറയും ആമന്നാ ബില്ലാഹി വഹദ, അള്ളാഹുൽ മാത്രം ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ ശിർക്ക് ചെയ്തങ്ങൾ നിഷേധിച്ചു എന്ന് അവിടെ വെച്ച് പറയുന്ന ബോധ്യപ്പെടും. അത് അവിടേക്ക് വെക്കരുത്, ഇവിടെ വെച്ച് തന്നെ ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് മക്കത്തെ മുശ്രിക്കിന്റെ നേതാവ് ബദർ നടക്കുമ്പോൾ കഅബന്റെ അടുക്കിലേക്ക് പോയത്. എന്നിട്ട് ആരെ വിളിച്ചത്? അബൂ ജഹൽ ആരെ വിളിച്ചത്? അല്ലാഹുമ്മ അല്ലാഹുവേ, ഇതാ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത, ഞങ്ങളെ വാപ്പാർക്ക് പരിചയമില്ലാത്തൊരു പുതിയ ആശയം മുഹമ്മദ് കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്കറിയാം. അതുകൊണ്ട് നാളെ രാവിലെ പ്രഭാതത്തിൽ നീ അവരെ പരാജയപ്പെടുത്തണമേ. ആരുടെ പ്രാർത്ഥന? അബൂ ജഹൽ ആരോട്? അല്ലാഹുവോട്. എന്നിട്ടും എന്താ അബൂ ജഹൽ മുശ്രിക്കായത്? അവിടെ പ്രശ്നം. ഇത് ആർക്കും ഇങ്ങനെ സംഭവം ഇല്ലാതെ നിഷേധിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ സുജൂദിൽ പ്രാർത്ഥിക്കുക. ആരോട്? അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തുൻ ഫക്സുഹും, അല്ലാഹുമ്മ ഇന്നഹും ജലാഉൻ ഫശ്ബിഉഹും, ഇൻ തഹ്ലിക ബിൽ ഉസാദ ലൻ തഅബദ ഫിൽ അർളി അബദാ. അല്ലാഹുവേ, എന്റെ കൂടെയുള്ളവർ പട്ടിണി കിടക്കുന്നവരാണ്, ദിവസങ്ങളോളം പട്ടിണി കിടന്നവരാണ്, വിശക്കുന്നവരാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്, യുദ്ധസാമഗ്രികളില്ലാത്തവരാണ്. റബ്ബേ, ഇവരെങ്ങാനും പരാജയപ്പെട്ടാൽ നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല റബ്ബേ. ഈ കൊച്ചു സംഘം പരാജയപ്പെട്ടാൽ ആരെ പ്രാർത്ഥന? മുഹമ്മദ് നബിന്റെ പ്രാർത്ഥന. ഫസ്തജാബ ലഹും റബ്ബുഹും, അല്ലാഹു ഉത്തരം കൊടുത്തു. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. രണ്ടും അല്ലാഹുവിനോടാ. പക്ഷെ എന്താ പ്രശ്നം? ഒന്ന് വഹ്ദ, അല്ലാഹുവിനോട് മാത്രം, മറ്റേത് അല്ലാഹുവിന്റെ കൂടെ ചേർക്കും. മഴ വർഷിപ്പിക്കുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ആകാശം സൃഷ്ടിച്ചത് വക്കാല. മക്കത്തെ മുശ്രിക്ക് പറയും അള്ളയാണ് എന്ന്. ഈ അള്ള ഏതാ? ഇവര് പറഞ്ഞ അള്ള ഏതാ? ഇവർക്ക് എങ്ങനെ അള്ളാനെ കിട്ടി? കഅബന്റെ ഉള്ളിലെ കുറെ ഇലാഹുകൾ, ആരാധന്മാർ, കുറെ വിഗ്രഹങ്ങൾ, അതിലൊരു വലിയ വിഗ്രഹമാണോ അള്ള? അല്ല. പിന്നെ ഇവർക്ക് എങ്ങനെ കിട്ടി? ഇബ്രാഹിം നബി പഠിപ്പിച്ച അള്ള ഏതാണോ ആ അള്ളയാണ് അവർ വിളിച്ച അള്ള. ഇവര് വിളിച്ച ലബ്ബൈക അല്ലാഹുമ്മ എന്ന് വിളിച്ച അള്ള കഅബന്റെ ഉള്ളിലെ ഒരു വിഗ്രഹമല്ല. പിന്നെ ഏതാ? ഇബ്രാഹിം നബി വിളിച്ച അള്ളാനെ തന്നെയാണ് അവർ വിളിച്ചത്, വേറൊരു വിഗ്രഹത്തല്ല അവരെ വിളിച്ചത്. എന്നിട്ടും എന്താ ശിർക്കായത്? അള്ളാഹുവിന്റെ കൂടെ മറ്റു പലരെയും, അമ്പിയാക്കന്മാർ, മഹാന്മാർ, മോശക്കാരല്ല, അവരെ കൂടി ചേർത്തു. അതാണ് ശിർക്ക്. ആ ശിർക്ക് പാടില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ. ഇന്നത്തെ റമദാൻ 17 എന്താ? ഈ കാലഘട്ടത്തിൽ റമദാൻ 17 എന്താ? അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി നടന്ന ബദർ. ആ ബദർ നടത്തിയ ബദരീങ്ങളെ വിളിക്കുകയാണ് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളുള്ളവരെ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടെ നിങ്ങൾ വിളിച്ചോളൂ. യാ അഹ്ല ബദർ ശുഹദാ, ബദർ ശുഹദാക്കളാണ് വിളിച്ചോളൂ. അള്ളാനെ വിളിച്ചോളൂ എന്ന് പറയുന്നതിന് പകരം ശുഹദാക്കളെ വിളിച്ചോളൂ എന്നാണ്. ഇത് റസൂൽ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരല്ലേ? ആരാ ശുഹദാക്കൾ? ഈ ആദർശത്തിന് വേണ്ടി ഷഹീദായവർ, രക്തസാക്ഷികൾ. രക്തസാക്ഷിപ്പട്ടം എന്ന് പറഞ്ഞാൽ, രക്തസാക്ഷിപ്പട്ടം എല്ലാവരും കൂടി ഒരാൾക്ക് രക്തസാക്ഷിപ്പട്ടം കൊടുത്ത രക്തസാക്ഷി ഒന്നും ആവില്ല. അത് ഏത് രാജ്യത്തിന്റെ പരമോന്നത നേതാവാണെങ്കിലും ശരി, രക്തസാക്ഷി ആകണമെങ്കിൽ എന്തുവാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കണം, ഖുലഫാഉർ റാഷിദുകൾ അംഗീകരിക്കണം, ആയിഷ ബീവി അംഗീകരിക്കണം, സഹാബത്തിനെ അംഗീകരിക്കണം. ആ അംഗീകരിക്കുന്നവരെ നൂറ്റാണ്ടുകളോളം കൊന്നു പരിശാക്കിയ ഒരു വ്യക്തി ഏത് അവസ്ഥയിൽ മരണപ്പെട്ട രക്തസാക്ഷി എന്ന് പറയാൻ പറ്റൂല.
രക്തസാക്ഷി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലിമത്തുൽ ഉൽയ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മരിക്കണം. അതാണ് ബദർ, അതാണ് ഉഹുദ്. അതിലൊക്കെ രക്തസാക്ഷികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി. എന്താണ് ഫരിഹിന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി? ഈ ആയത്തിറങ്ങാൻ എന്താ കാരണം? ഈ ശുഹദാക്കൾ ഇഷ്ടമുണ്ടാകുമ്പോൾ ഇറങ്ങി വരാൻ പറ്റുമോ? ഒരു 100 വാർഷിക സമ്മേളനത്തിന്റെ സദസ്സിലേക്ക് കുറെ രക്തസാക്ഷികൾ, കുറെ ആൾക്കാർ അർവാഹ് വന്നു എന്നാ പറഞ്ഞത്. കുറെ റൂഹ് വന്നു എന്നാ പറഞ്ഞത്. റൂഹുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അർവാഹ് ശുഹദാക്കൾ അർവാഹ്. വരാൻ പറ്റുമോ? വരാൻ പറ്റുമോ? എന്താ പ്രമാണം? ഖുർആനിലെ ആയത്ത് കാണാൻ നമുക്ക്. ആ ആയത്തിറങ്ങാൻ കാരണമുണ്ട്. ശുഹദാക്കളുടെ ആത്മാവുകൾ അല്ലാഹു സ്വർഗത്തിൽ ഒരു പച്ചപ്പറവുകൾക്കുള്ളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഈ സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ മതിയാണ്. അവർ പറയും, അല്ലാഹുവേ ഇതിനപ്പുറം ഇനി ഞങ്ങൾക്ക് എന്താ? പക്ഷെ 2 ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? ഒന്ന്, ഞങ്ങൾക്കൊന്നുകൂടി ഭൂമിക്ക് പോകണം, ഒന്നുകൂടി ഭൂമിക്ക് പോകണം. എന്നിട്ട് ഞങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്തത് അവരുമായി ഒന്നും കൂടി യുദ്ധം ചെയ്തിട്ട് വരണം. മറ്റൊന്ന്, ഞങ്ങൾ അനുഭവിക്കുന്ന സുഖം ഞങ്ങളെ ബാക്കിയുള്ളവരെ അറിയിക്കണം. അല്ലാഹു പറഞ്ഞു, അത് ഞാൻ അറിയിക്കാം, പക്ഷെ ആദ്യം പറഞ്ഞത് പറ്റൂല. സബത മിന്നൽ ഖൗൽ, ഒരു വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഇനി ദുനിയാവിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ശുഹദാക്കളുടെ ആത്മാവുകളുമായി അല്ലാഹു സംസാരിച്ചിട്ട് അല്ലാഹു പറഞ്ഞാൽ ഇനി പറ്റൂല, പോകാൻ കഴിയില്ല. അത് ഇവിടെ സ്ഥിരപ്പെട്ട വാക്കാണ്, പോകാൻ കഴിയില്ല. ഞാൻ അറിയിക്കാം നിങ്ങളുടെ ആഗ്രഹം. എന്നിട്ടാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് കേവലം അവർ മരണപ്പെട്ടവർ എന്ന് പോലും നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർ. അവർ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ കൊണ്ട് അതിനെക്കുറിച്ചുള്ള ആയത്തുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഫരിഹിന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. ഇതാണ് അല്ലാഹു പറഞ്ഞത്. ഖുർആൻ ഇതാ. നമ്മൾ പറഞ്ഞത് എന്താ? അത് ഏത് വലിയ ആലിമ പറഞ്ഞാലും, ഏത് കമർ പറഞ്ഞാലും, ഏത് ശംസ് പറഞ്ഞാലും, ഖുർആനിനും സുന്നത്തിനും എതിൽ പറഞ്ഞാൽ മുസ്ലിം ലോകം അംഗീകരിക്കില്ല. കാരണം ആത്മാവുകൾക്ക്, അർവാഹുകൾക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിക്കുക. അതാണ് ബദർ. തൗഹീദ് ഒന്ന് തെറ്റിപ്പോകരുത്. അല്ലാഹ് എന്ന് വിളിക്കുന്ന വിളിക്കു പകരം ഒരു പദത്തിനും വിളിക്കരുത്. ഏതൊക്കെ വിളി പറ്റും, ഏതൊക്കെ വിളി പറ്റില്ല എന്നൊക്കെ ചർച്ച ഉണ്ടല്ലോ. ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുക, അല്ലാഹ് നമ്മൾ വിളിക്കുന്ന വിളി ഉണ്ടല്ലോ, ആ വിളിയുടെ സ്ഥാനത്ത് അല്ലാഹ് വിളിക്കുന്നതിന് പകരം ഒരു പദത്തിനും വിളിക്കാൻ പാടില്ല. അത് ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, അർവാഹികളാകട്ടെ, ഔലിയാക്കന്മാരാവട്ടെ, അമ്പിയാക്കന്മാരാവട്ടെ, അല്ലാഹ് എന്ന് വിളിക്കുന്ന വിളിക്കു പകരം അതിലേക്ക് ചേർത്ത്, അല്ലാഹുവിലേക്ക് ചേർത്ത് ഇടയാളന്മാരാക്കി ആരെയെങ്കിലും വിളിച്ചാൽ അത് ശിർക്കാണ്, അല്ലാഹ് പൊറുക്കാത്ത പാപമാണ്. അതിന്റെ ഗൗരവം ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം. നിങ്ങൾ സൂറത്ത് അൻആം 1 ജുമാ കഴിഞ്ഞിട്ട് സൂറത്ത് അൻആം 1 മറിക്കുക, 6-ാം അധ്യായം. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് ഒരു പേജ്, ആ ഒരു പേജിൽ 18 നബിമാരെ പേര് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, 18 നബിമാരെ പേര് ഒരു പേജിൽ. എന്നിട്ട് അല്ലാഹ് ആ പ്രവാചകന്മാർക്ക് വിശേഷണം എങ്ങനെ പറയുന്നുണ്ട്. എന്തെല്ലാം വിശേഷണമാ! പദവി ഉയർത്തിയവരാണ്. കുല്ലും മിനസ് സാലിഹീൻ, എല്ലാവരും സാലിഹീങ്ങളാണ്. ഹദൈനാ വജ്തബൈനാ, നാം ഹിദായത്ത് കൊടുത്ത് തെരഞ്ഞെടുത്തവരാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എങ്ങനെ അവസാനിപ്പിക്കണറിയോ? 18 പ്രവാചകന്മാരെ പേര് പറഞ്ഞ് അവരുടെ സ്ഥാനവും പദവിയും ഒക്കെ പറഞ്ഞിട്ട് പറയാണ്, വലൗ അശ്റകൂ ലഹബിത മാ കാനൂ യഅമലൂൻ. വലൗ അശ്റകൂ, ഈ പറഞ്ഞ പ്രവാചകന്മാരാണെങ്കിൽ പോലും ശിർക്ക് ചെയ്താൽ ലഹബിത മാ കാനൂ യഅമലൂൻ, എല്ലാ അമലും പൊളിഞ്ഞു, എല്ലാ അമലും ബാത്തിലായി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സാക്ഷ്യമാണ്. കണ്ണുനീരോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്, ദുആ ചെയ്യേണ്ടതാണ് സഹോദരങ്ങളെ. അതിൽ ഒരു കുറവും സംഭവിക്കരുത്, തൗഹീദ് തെറ്റിപ്പോകരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ബദറിന്റെ ചരിത്രം പറഞ്ഞ് ബദറിന്റെ സന്ദേശം അല്ലാഹ് പറയുന്നുണ്ട്. വമൻ നസ്റു
ഇല്ലാ മിൻ ഇൻദില്ലാഹ് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. സഹായം അത് അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. മനുഷ്യന് അപ്പുറം, അഭൗതികമായ കാര്യകാരണങ്ങൾക്കപ്പുറമുള്ള ഏതൊരു സഹായവും അല്ലാഹുവിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്നും കിട്ടാനില്ല. ഇതാണ് ബദറിന്റെ സന്ദേശം. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം. റമദാനിൽ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. അല്ലാഹുവിലേക്ക് കൈ ഉയർത്തണം. ഫക്തുബിനാ മഅ ഷാഹിദീൻ എന്ന് പറഞ്ഞതിന്റെ മുമ്പ് പറഞ്ഞത് ആമന്നാണ്. കാരണം അതിന് ഷർത്താണ്. ഈമാൻ ഉണ്ടാക്കണം, കറകളഞ്ഞ ഈമാൻ ഉണ്ടാകണം, വിശ്വാസം ശക്തമായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ യോഗ്യത വേണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരുമൊക്കെയുള്ള പശ്ചിമേഷ്യൻ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യുദ്ധത്തിന്റെ ഭീതിയിലാണുള്ള കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാസ ലോകം നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അതെങ്ങാനും മുടങ്ങിപ്പോയാൽ ഒരുപാട് മാതാപിതാക്കൾ, ഭാര്യമാർ, മക്കൾ പലരും നാട്ടിൽ കരയുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്, ബേജാറുള്ളവരാണ്. വിദേശത്തുള്ളവരെ സംബന്ധിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. യുദ്ധത്തിന്റെ എല്ലാ കെടുതികളിൽ നിന്നും അല്ലാഹു മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും തഖ്വയും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ ഇനി ബാക്കിയുള്ള ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു കബൂൽ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു ശരീരത്തിന് ആരോഗ്യം, ആഫിയത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم اجعل هذا الشهر الشريف رمضان شاهدا لنا ولا شاهدا علينا وحجة لنا ولا حجة علينا. ربنا تقبل منا صيامنا، ربنا تقبل منا صيامنا، ربنا تقبل منا قيامنا وركوعنا وسجودنا ودعاءنا وصدقاتنا وسائر أعمالنا، وتمم تقصيرنا وتمم تقصيرنا وتمم تقصيرنا وقضي حوائجنا يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.